ഹലോ ഹലോ ഗായ്സ്. ഗായ്സ്. അങ്ങനെ നമ്മൾ രണ്ടുപേരുമായിട്ട് കുറെ നാളായ വീഡിയോ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾക്കും അങ്ങനെ ഫീൽ കുറെ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. നാളായി എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വ്ളോഗ് ഒക്കെ ചെയ്തിട്ടൊക്കെ കുറെ നാളായി. നമ്മൾ ഡെയിലി വ്ളോഗ് ഒക്കെ വരും. ഈ വർഷം നമ്മൾ അവസാനമായപ്പോഴത്തേന് കുറച്ച് അലമ്പി, അലമ്പി നന്നായിട്ട് അലമ്പി. നാച്ചമാക്കി കേളാക്കി കളഞ്ഞു. അതുകൊണ്ട് അത് നമ്മൾ അടുത്ത വർഷം തൊട്ട് അടുത്ത വർഷം നിങ്ങളെ എന്നും കണ്ടുകൊണ്ട് നമ്മളെ മടുക്കും. ആ ഒരു സിറ്റുവേഷൻ ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആകും. മെയിൻലി നമ്മൾ ഇന്ന് വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ 2025 ഒരു റീക്യാപ്പ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം? നല്ലതുമായിരുന്നു, മോശവുമായിരുന്നു. അത് എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷങ്ങളും അതുപോലെ ഒത്തിരി സങ്കടങ്ങളും ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു. അതെ, രണ്ടും മിക്സ്ഡായിരുന്നു. അതെ, ഈ ഒരേ സമയം തന്നെ ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഒരേ സമയം നമുക്ക് സന്തോഷം കൊണ്ട് ചിരിക്കാനും പറ്റുന്നില്ല, സങ്കടം കൊണ്ട് കരയാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കുറെയൊക്കെ സമയം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമായിരുന്നു ഇത്. നമ്മുടെ നല്ലതിന്റെ എല്ലാത്തിനും തുടക്കം ഈ വർഷമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും അല്ലെന്നുണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പിടിയില്ലാതിരുന്ന ഒരു സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു വർഷമായിരുന്നു ഈ വർഷം. സങ്കടമുണ്ട് ഈ വർഷം തീരുന്നത്, പെട്ടെന്നാണ് തീർന്നത്. എല്ലാം ഇങ്ങനെ കണ്ണു തുറന്ന് നടഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് കൊളാവാനല്ല, നല്ലതാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം നടക്കും. ഞങ്ങളുടെ ഈ വർഷം തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, തുടക്കത്തിലൊക്കെ ഞാനും ഹോസ്പിറ്റല് ട്രീറ്റ്മെന്റ്, സ്പൈനൽ കോഡ് ഇഞ്ചറി, ആ ഒരു ഇതിലൊക്കെ ഇരിക്കുക. കഴിഞ്ഞ വർഷമായിരുന്നു സ്പൈനൽ കോഡ് ഇഞ്ചറിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ട് കഴിഞ്ഞായിരുന്നു. ജനുവരി തൊട്ട് നാട്ടില് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ ആയിട്ട് നമ്മൾ പക്ഷെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയമായിരുന്നു ജനുവരി തൊട്ട്. വർഷം തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ രണ്ടുപേരും അതിനോടൊന്ന് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. ജനുവരി തുടക്കത്തില് ഞാനാണെങ്കിലും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റായിട്ട് ജനുവരി 1 തുടങ്ങുന്നത് ഒരു സ്വർണം മേടിച്ചിട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പൈസ കൊണ്ട് ഞാൻ സ്വർണം മേടിച്ചൊരു വർഷമായിരുന്നു. അപ്പൊ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലതായിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല, തുടക്കം ഗംഭീരം, അങ്ങനെ ആയിരിക്കും. ആ മാലയ്ക്ക് ഒത്തിരി ആയുസില്ലായിരുന്നു. പുള്ളിക്കാരി വിചാരിച്ച ആ മാല വാങ്ങിച്ചോണ്ട് ഈ വർഷം എന്റെ കയ്യിലിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അല്ലല്ല, വർഷമേ കിടക്കുന്നു വിചാരിച്ചു. പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ. ഒരു വർഷം ഫസ്റ്റ് തുടക്കത്തിൽ സ്വർണ്ണമൊന്നും മേടിക്കുന്നത് നല്ലതെന്ന് എല്ലാരും പറഞ്ഞു. ഞാൻ വിശ്വസിക്കരുത്, അതൊക്കെ ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. അതങ്ങനൊന്നും അല്ല, അങ്ങനത്തെ ഒന്നും അടിസ്ഥാനമാക്കിയിട്ടല്ല ഒരു വർഷം പോകുന്നത്. അതൊക്കെ നമ്മുടെ വിധി അനുസരിച്ച് കയ്യിലിരിപ്പം പോലെ. അത് വല്ലാണ്ട് സ്വർണം മേടിച്ചൊന്നും പറഞ്ഞുകൊണ്ട് ജീവിതം ഒന്നും മാറിയാനും വർഷം നല്ലതാകാനോ ഒന്നും പോകുന്നില്ല. അത് നമുക്ക് കുറച്ച് വർഷം ഓരോ മാസം കഴിയുന്തോറും മനസ്സിലായി. അത് ഫെബ്രുവരി ഒന്നും വലിയ പറയത്തക്ക രീതിയിലൊന്നുമില്ല. ഫെബ്രുവരിയിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഒരു മാസമായിരുന്നു ഫെബ്രുവരി. എന്നിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടു. അത് നമ്മളെ അറിയാഞ്ഞിട്ട് കൂടി. അതിനകത്ത് ഇവൻ വീൽ ചെയറിലായിരിക്കുന്നെന്നുള്ളത് വീഡിയോക്കകത്ത് കാണത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ. പക്ഷെ ആ വീഡിയോക്കകത്ത് അവൻ വീൽ ചെയറിലാണെന്ന് അറിയത്തില്ല, കസാര ഇരിക്കുന്ന പോലെയാണ്, ഇത്രയും ഭാഗമൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് റീച്ച് കയറിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇട്ട വീഡിയോയിൽ തന്നെ ഭയങ്കരമായിട്ട്, ആ ഒരൊറ്റ വീഡിയോ ഇട്ടിട്ടുള്ളൂ, ആ ഒറ്റ വീഡിയോ തന്നെ ഭയങ്കരമായിട്ട് ഇതായി, നല്ല റെസ്പോൺസും കുറെ പേര് കമന്റ് ഇടുകയും. അല്ല, നമുക്ക് അങ്ങനെ ഫസ്റ്റ് വീഡിയോ ഇട്ട് 10 റീച്ച് ഇട്ട് നമ്മൾ വിചാരിച്ചല്ല. അപ്പോഴും കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു നമ്മുടെ കാര്യങ്ങളും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിച്ചുകൊണ്ടിരുന്ന കുറച്ച് നാളുകളായിരുന്നു ഫെബ്രുവരി. പിന്നെ യൂട്യൂബ് തുടങ്ങി. അതെ, അല്ലല്ല, ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഒരു യൂട്യൂബ് ചാനൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ യൂട്യൂബ് ചാനലും ആ സമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആക്റ്റീവ് അല്ല, അതായത് ആ ഒരു വീഡിയോയും പിന്നെ ഇവൻ എടുത്തുന്ന കുറച്ച് വീഡിയോസും ഇട്ടിട്ടുണ്ടായിരുന്നെന്നാണ് എന്റെ ഒരു ഇല്ല, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. യൂട്യൂബ് ചാനൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി വെച്ചൊരു സാധനമായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ, രണ്ടുപേരുടെ അക്കൗണ്ട്. ഞാൻ കുറെ നാള് അലച്ചു കൂവി എടുപ്പിച്ച ഒരു അക്കൗണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വയ്യാഞ്ചി മൊമെന്റ്സ്. കാര്യം എല്ലാരും ഫസ്റ്റ് ഒക്കെ ഇവനോട് പണ്ടൊക്കെ ഞാൻ പറയുന്ന സമയത്ത് പണ്ടൊക്കെ ഇവള് കണ്ണാപ്പി ക്രിഞ്ച് അങ്ങനൊന്നും വേണ്ട. അന്നോട്ടെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങാം. അപ്പൊ ഏതൊക്കെ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു.
എനിക്കെന്തോ അതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്തും ആ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പക്ഷെ അല്ലേ അതങ്ങനെ തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. പക്ഷെ അതിപ്പോ എവിടെ വന്ന് നിൽക്കുന്നു. ഇപ്പൊ ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ലേലും എഡ്യൂക്കേഷൻ പറയുമ്പോ നമുക്ക് എടുക്കണ്ടേന്ന്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ ആണെന്നേ, അതുകൊണ്ടാ. അപ്പം അത് അങ്ങനെ ആക്കി തീർത്തി. പക്ഷെ നമുക്ക് നിനക്ക് ഇഷ്ടമല്ല നിന്റെ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്? നിന്റെ അക്കൗണ്ടാണ് YNJ മൊമെന്റ്സിന്റെ അക്കൗണ്ടാണ് നിനക്ക് ഇഷ്ടം? എനിക്കോ? എനിക്ക് YNJ മൊമെന്റ്സ് ആയിരുന്നു രണ്ടും ഇഷ്ടം. കാര്യം സത്യസന്ധമായി YNJ മൊമെന്റ്സ്. എന്റെ അക്കൗണ്ട് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ മാത്രമൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഏറ്റവും നല്ല മെമ്മറീസ് ഒക്കെ എന്റെ ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലും YNJ മൊമെന്റ്സിലും നമ്മള് നല്ലതെന്ന് തോന്നുന്ന നിമിഷങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലോട്ട് കാണിക്കാറുള്ളൂ. അപ്പൊ അങ്ങനത്തെ എല്ലാ നല്ല മൊമെന്റ്സ് നല്ല, പിന്നെ ചിലമാരുണ്ട്, ചില ക്രിമിനേഡി ഉള്ളവന്മാരുടെ ഉള്ള വീഡിയോസ് നമ്മൾ ഇടാറുണ്ട്. ഇല്ലാന്നല്ല, നെഗറ്റീവ് കമന്റ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് റിയാക്ഷൻ, അത് നമ്മുടെ നല്ല മൊമെന്റ്സ് അല്ലേ. നമ്മൾ അങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പൈസ കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അതുകൊണ്ട് അത് നല്ല മൊമെന്റ്സ് തന്നെയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പള്ളിക്കമ്പെടുക്കുന്നതുകൊണ്ട് ചില വാക്കുകളൊന്നും കിട്ടത്തില്ല. അപ്പം സംഭവം അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞത്, വാർത്ത വായിക്കുന്ന പോലെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ചെറുതായിട്ട്. കുഴപ്പമില്ല. അപ്പൊ സംഭവം അങ്ങനെയാണ്. എന്തുവാ, അങ്ങനെ മാർച്ച് തുടങ്ങിയ സമയം തൊട്ടാണ് നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറി മറിഞ്ഞത്. ഹാപ്പിനെസ്സും അങ്ങേയറ്റം വിഷമിച്ചിട്ടുള്ളൊരു മാസമാണ് മാർച്ച്. മാർച്ചിലല്ലേ സ്റ്റാൻഡപ്പ്? മാർച്ചിലായിരുന്നു രണ്ടാമത്തെ എന്റെ സ്റ്റാൻഡപ്പ്. ഞാൻ നേരത്തെ സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട് മഴവിൽ മനോരമയില്. രണ്ടാമത്തെ സ്റ്റാൻഡപ്പ്. അത് ആലോചിക്കണം, ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറയാം, സത്യം എന്ന് പറഞ്ഞാൽ ഇവൾ ആദ്യമായിട്ട് സ്റ്റാൻഡപ്പിന് ഓഡീഷന് പോകുന്നത് ഇവൾ എന്നോട് പറയണ്ട പോകുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ സംഭവത്തിനൊന്നും ഇവള് പോകുന്നത് എന്നോട് വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അപ്പൊ ആ സമയത്ത് എനിക്ക് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലേ? ആക്സിഡന്റ് പറ്റി കിടക്കുന്ന സമയം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് എന്തേലും കാണിക്കുക, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. പോകണ്ടെന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ ഫസ്റ്റിലത്തേന് ഞാൻ പറഞ്ഞു എനിക്ക് പോകണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫസ്റ്റിലത്തേന് പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി ഇത് മതി, ഇതുകൊണ്ട് നിർത്തിയേക്ക്, ഇനി പോകണ്ട എന്നുള്ളൊരു ഫുൾ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഫുൾ സ്റ്റോപ്പ് അങ്ങനെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആയപ്പോഴത്തേന് പെട്ടെന്ന് ചെല്ലണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നാളെ ഇന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു നാളെ രാവിലെ അവിടെ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ എല്ലാരും പറഞ്ഞു പോകണ്ട, ഒറ്റയ്ക്ക് പോണം, പോയി ചെന്ന് നിക്കണമല്ലോ. ഞാൻ ഇച്ചിരി വീട്ടിലിങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് പോയി അങ്ങനെ നിന്നിട്ടില്ല. ഒറ്റയ്ക്ക് ഇതുവരെ ഇങ്ങനെ നിന്നിട്ടില്ല. അപ്പൊ ഇവള് പറഞ്ഞു, ഇവളോട് എല്ലാരും പറഞ്ഞു പോകണ്ട. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പോയിട്ട് വാ, എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പുഷ് ചെയ്ത് വിട്ടു. പക്ഷെ ഞാൻ ആ പുഷ് ചെയ്ത് വിട്ടല് ഒരു വല്ലാത്തൊരു വിടലായിരുന്നു. ആ മാർച്ചില് നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത പോലെ നമ്മുടെ അക്കൗണ്ട് ആകട്ടെ, നമ്മുടെ ലൈഫ് ആവട്ടെ, ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരു സാധനം ഇങ്ങനെ ഒറ്റക്കേറ്റായിരുന്നു. മാറി മറിഞ്ഞിട്ടുള്ളൊരു മാസമായിരുന്നു അത്. ഞാൻ സ്റ്റാൻഡപ്പിന് പോകാനും ആ ഒരു എപ്പിസോഡില് എന്റെ വീട്ടുകാരാണെങ്കിലും എത്ര പേർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ചിലര് പറയാ അത് എന്തോ കാണിച്ച് എന്തോ നമ്മളായിട്ട് ചെയ്തതാണ്. പക്ഷെ അങ്ങനല്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവൻ മാത്രം, അല്ലെങ്കിൽ ഇവൻ എന്റെ എന്തുവാ ഞാൻ പെർഫോം ചെയ്യുന്നത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇവൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കണമെന്ന് ഞാൻ ഒട്ടും പറയത്തില്ല. കാര്യം എനിക്ക് ഒട്ടും ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷെ ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. രണ്ടാമത്തെ പെർഫോമൻസിൽ സ്വന്തം എല്ലാ വീട്ടുകാരെയും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളിനെയും കൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് പെർഫോം ചെയ്യാൻ പറ്റുക, അവരെ സ്റ്റേജിൽ കയറ്റാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മാത്രമല്ലെന്ന് തോന്നുന്നു. എന്നാലും രണ്ടാമത്തെ പെർഫോമൻസിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയത് എനിക്ക് മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ കുറെ പേര് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ വരും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതെ, ആ വീഡിയോ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ എന്താ സംഭവിച്ചൊന്നും തലേന്ന് വരെ ഇവനെ ഇട്ടിട്ട് പൊക്കൂടെന്ന് പറഞ്ഞിട്ടുള്ളവര് വരെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊരു സമയമായിരുന്നു. അതെ, അത് നല്ല കാര്യമാണ്, നല്ല മനസ്സാണ്. അപ്പൊ പിന്നെ നല്ല മനസ്സായി, നല്ല കാര്യമായി, എല്ലാവരുടെ സ്നേഹത്തിന് അവിടെ യാതൊരു അങ്ങനെയുള്ളൊരു സംഭവം ഇല്ലാതെ പിന്നെ മൊത്തത്തിൽ മാറി മറിഞ്ഞു. ഒരു മാസം കൊണ്ട് നമ്മുടെ ലൈഫിലെ
ഏറ്റവും വൃത്തികെട്ട ആ ഒരു സമയത്ത് സത്യം അത് പറഞ്ഞാൽ സത്യം നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാനും താല്പര്യമില്ലാത്തൊരു ഇതുണ്ട്. കാര്യം നമുക്ക് ആ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ ടി വി ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അതെ, നമ്മുടെ വീട്ടിൽ എല്ലാവരും കരഞ്ഞോണ്ട് കാണും. നമ്മൾ ആ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ല, ഫസ്റ്റ് ആയിട്ട് ടി വി കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അത് ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവരുടെയും റിയാക്ഷൻസും എല്ലാം കാര്യം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ കണ്ടത്. ഇപ്പോഴും ആ വീഡിയോ നമുക്ക് കരയാണ്ട് കാണാൻ പറ്റത്തില്ല, കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോഴും എല്ലാവരും ചോദിക്കും ഞാൻ ആ സ്റ്റേജിൽ കരഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് നല്ല ഒരു ഇതുണ്ടായിരുന്നു, സ്റ്റേജിൽ ഒരിക്കലും ഞാൻ കരയത്തില്ല, അല്ലെങ്കിൽ ഞാൻ കരയാൻ വേണ്ടിയല്ലല്ലോ അവിടെ പോയിരിക്കുന്നത്. പക്ഷെ അതിനും കൂടെ പിന്നെ പ്രത്യേകം ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു മാസമായിരുന്നു. ആ മാസമാണ് നമ്മുടെ, അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഞാൻ അവിടെ 3ാമത്തെ സ്റ്റാൻഡപ്പിന് പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും അത്ര ആക്റ്റീവ് അല്ല. നമ്മൾ അതിന് ശേഷമാണ് എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ റീൽസ് മറ്റേ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ അതിന് മുന്നേ എനിക്ക് ഉണ്ടെങ്കിലും അതിന് മുന്നേ ഇല്ലായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡപ്പിന് പോകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് വന്ന് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത്, അവന് ഇഷ്ടമല്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുന്നത്, അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്കല്ലേ അവക്കും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഫസ്റ്റ്. പിന്നെ ഞാൻ എടുത്തത് അവനെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കുറെ 10-12 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരാഴ്ച കൂടുമ്പോ ഡിലീറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം എന്റെ അക്കൗണ്ട് ആയിരുന്നു അവൾ ഉപയോഗിച്ചോണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പൊ എനിക്ക് പണ്ട് ടിക്ടോക്ക് ഒക്കെ ചെയ്തോണ്ടിരുന്ന അങ്ങനെയുള്ള ഇഷ്ടമേ ഉള്ളൂ. നമ്മൾ അങ്ങനെ റീൽസ് എടുക്കണം അല്ലെങ്കിൽ വ്ലോഗ് എടുക്കണം. ഇപ്പോഴും നിങ്ങൾ കണ്ടാൽ മതി, ഞാൻ ഇപ്പോഴാ കുറച്ചെങ്കിലും ഒന്ന് ആക്റ്റീവ് ആയത്. ഞാൻ കരഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 2ാമത്തെ വ്ലോഗിലൊക്കെ. ഞാൻ ഇവൻ എടുക്കാൻ വിളിക്കുമ്പോ ഞാൻ കരയും. ഇവൻ എന്നോട് പറയുന്നത് നീ ഇങ്ങനല്ലല്ലോ, നീ ശരിക്കും നീ ആയിട്ട് തന്നെ നിൽക്കുക. അപ്പൊ ഞാൻ കരയും, എനിക്കിത് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. ഇപ്പോഴും അല്ല എന്നോട് പറയാ ഞാൻ കരഞ്ഞിട്ട് എനിക്കിത് പറ്റത്തില്ല, ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം, എനിക്ക് ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ഞാനിപ്പം ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആണ്, എന്നുവെച്ചാൽ ഭയങ്കര എനർജറ്റിക് ആണ് ഓരോ വീഡിയോസ്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആകാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ. ഏകദേശം ഒരു 99% ആയി. അപ്പൊ ആ ഒരു രീതി അപ്പൊ അങ്ങനെ തലവേദന എടുക്കുന്നില്ല. എന്നിട്ട് അങ്ങനെ പിന്നെന്തുവാ, പിന്നെ മാർച്ച് അങ്ങോട്ട് കഴിഞ്ഞു. മാർച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഏപ്രിൽ വന്നു. ഏപ്രിലും മെയ്യും ഒന്നും നമുക്ക് അത്ര പറയാൻ വേണ്ടി നമ്മൾ വീഡിയോയുടെ പുറകിലും അങ്ങനെ കുറച്ച് സമയമായിരുന്നു. അതിനകത്തു നിന്നുള്ള നമ്മുടെ ഏണിങ്സ് വെച്ചിട്ടാണ് ഈ ഒരു പ്രായത്തിൽ എത്ര പേരെ കൊണ്ട് പറ്റും ചെയ്തിട്ടുള്ളവരുണ്ട്, ഇഷ്ടംപോലെ, അതിനെക്കാളും നന്നായിട്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ എൻഗേജ്മെന്റ് നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്യുക, നമ്മളെ കൊണ്ട് തന്നെ നടത്തുക, വീട്ടുകാരെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മളെ കൊണ്ട് തന്നെ നടത്താൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. നമ്മുടെ പ്രൊമോഷൻ, നമ്മുടെ യൂട്യൂബ് ഏണിങ്സ്, അതെല്ലാം നമ്മൾ ഇതിനു വേണ്ടി വെച്ച് നമ്മള് കണ്ണും പൂട്ടി ഇത് നമ്മുടെ എൻഗേജ്മെന്റിന് വേണ്ടി ഫുള്ള് പ്രിപ്പയർഡ് ആയിട്ട്. പക്ഷെ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ കുറച്ച് കുളമായി. എന്നാൽ പോലും നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് ഏണിങ്സ് കൂടുതൽ കിട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വേറെ മറ്റു ചാനൽസ് ഓൺലൈൻ മീഡിയക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളെ കുറച്ച് നമുക്കത് നടത്താൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ചതല്ല. നമ്മുടെ ഫാമിലി നമുക്ക് അത്ര ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ. അത് വലിയൊരു കാര്യമായിട്ടാണ് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് ഞങ്ങൾ അത് കൺസിഡർ ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ അടുത്ത മാസം അത് കഴിഞ്ഞപ്പോ തന്നെ എന്റെ ചേട്ടന്റെ കല്യാണമായിരുന്നു. അതും അതിനകത്ത് എനിക്ക് കുറച്ച് സഹായിക്കാൻ പറ്റി. അതൊക്കെ ആലോചിക്കുമ്പം എനിക്ക് സന്തോഷമുണ്ട്, പ്രൗഡാണ്. ഇപ്പോഴും എല്ലാവരും ചോദിക്കുക എന്താ ജോലിക്ക് പോകുന്നില്ലേ. ഞാൻ വീട്ടിലും ഇതിന് മുന്നേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ആക്റ്റീവ് ആകുന്നതിന് മുന്നേ വർക്ക് ഫ്രം ഹോം ചെയ്ത് എൻ്റെ കാര്യങ്ങൾ ഞാൻ അത്യാവശ്യം നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോഴും ജോലിക്ക് പോവാൻ പറയുന്നവരോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ജോലി ഇതൊക്കെ. എനിക്കിപ്പോ ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ ജോലി ചെയ്ത് അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്താൽ കിട്ടാത്ത പൈസ പോലും എനിക്ക് ചില മാസങ്ങളിൽ എനിക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മളെ കുറച്ച് നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ടാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്കൊരു വലിയ വീട് വെച്ച് അല്ലെങ്കിൽ അതിനകത്ത് താമസിക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ കോടീശ്വരി ആകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് സന്തോഷത്തോടെ എനിക്ക് അവന്റെ കൂടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യണം, ജീവിക്കണമെന്ന് മാത്രമേ. നമ്മുടെ ദിനചര്യ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ പറ്റണം. നാളെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്
നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നേരത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നമായിരുന്നു നമുക്ക് രണ്ടുപേർക്കും ഒരു ജോലി ചെയ്ത് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റണം. അത് ഇങ്ങനെ ഒരു സംഭവം അത് മാത്രമേ ഉള്ളായിരുന്നു. മാത്രമേ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ അതിനു വേണ്ടി അവന് ഇഷ്ടമുള്ളൊരു എന്തുവാ ഒരു മേഖലയല്ലായിരുന്നു അവൻ തിരഞ്ഞെടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അവന്റെ പാഷൻ വെച്ചിട്ടല്ല അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ എപ്പോഴെങ്കിലും സെറ്റിൽഡ് ആകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആക്സിഡന്റ് മുന്നേ വരെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് കാണിക്കുക, നമുക്ക് വരുമാനം ഉണ്ടെന്ന് കാണിക്കുക, ഇത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നമ്മൾ നാളെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ ഉള്ള ലൈഫ് നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ജീവിച്ചല്ലോ, നമുക്ക് കുറച്ച് നല്ല മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു രീതി നമുക്ക് എന്തെങ്കിലും ഓർക്കാനായിട്ടുള്ള എന്തെങ്കിലും വേണ്ടേ. പിന്നെ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഈ 2025 ഞങ്ങൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാ, ഞങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന്. അത് നടന്നില്ല. നടക്കുമായിരിക്കും, നടക്കണം, അങ്ങനെയെങ്കിലും ഞങ്ങൾ നടത്തും. എന്നിട്ട് ഇതേപോലെ നമുക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. അതൊക്കെ 2025 പറ്റാത്തതും പറ്റിയിട്ടുള്ളതും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലും മെച്ചപ്പെടുത്താൻ നമ്മൾ 2026 ശ്രമിക്കുക. 2026 നമ്മൾ കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് ഇരിക്കട്ടെ എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേന് അവൻ ഹോസ്പിറ്റലിൽ പോയിട്ടൊരു സർജറി ഉണ്ടായിരുന്നു. സർജറി കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ല. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവൻ പിന്നെ അല്ലാണ്ട് പറയും. പിന്നെ ആണെങ്കിൽ അതേപോലെ തന്നെ അതുവരെ എൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു, അവനില്ലാണ്ട് എനിക്ക് എങ്ങനെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ രണ്ടുപേരുടെയും വലിയൊരു ഇതായിരുന്നു. കാര്യം നമ്മൾ രണ്ടുപേരും കരഞ്ഞിട്ടുണ്ട് അത് ആലോചിച്ച്. എന്ത് ചെയ്യും കുഞ്ഞ്? കാര്യം നമ്മൾ ഇതിനകത്ത് കൊണ്ട് പൈസ കൊണ്ട് നമുക്ക് ആ ഒരു മാസം അതിനകത്തുനിന്ന് കിട്ടുന്ന ഏർണിങ്സും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ചോദിച്ചില്ല. അയ്യോ, നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടുന്ന് സൂപ്പർ പവർ കിട്ടിയ പോലെ ഭയങ്കര എന്നെ കൊണ്ട് ഇപ്പോഴും പറ്റിയല്ലോന്നേ ഞാൻ കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ പേര് പ്രസന്റേഷൻ ഇപ്പോഴും എനിക്ക് സന്തോഷമാണ്. ഞാൻ കുറെ ബാഡ് കമന്റ്സ് കാണാറുണ്ട്, ഇവള് ഓവറാണ് വരുന്തോറും. സന്തോഷമേ ഉള്ളൂ, ഓവറാന്നല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ ആക്റ്റീവ് അല്ല, അങ്ങനെ അതിനേക്കാളും ഓവറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് പണ്ടോട്ട് ഞാൻ കേൾക്കുന്ന കാര്യം. അതെ, ഞാൻ ഓവറാണ്. അപ്പൊ പിന്നെ അത് ആൾക്കാർ പറയുന്നത് ഞാൻ എന്റെ വലിയൊരു ക്രെഡിബിലിറ്റി ആയിട്ട് ഞാനത് എടുക്കുന്നുള്ളൂ. അതെ, അതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കുറച്ചുപേര് നല്ല പ്രസന്റേഷൻ ആണെങ്കിലും നന്നായിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കൊള്ളാം, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുമ്പോ അപ്പൊ എനിക്കും ഓക്കെ, അവനെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. അല്ലേ കുഞ്ഞ്? അതിലൊന്നും ഒരു മാറ്റമില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴാണേലും അവളുടെ ഷോർട്സ് കാണുമ്പോ നല്ല രസമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഉണ്ട് കുറെ കാര്യങ്ങൾ. പിന്നെ ഡേറ്റ് അല്ലാണ്ടുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതുതായിട്ടൊരു ഫോൺ എടുത്തു ഗയ്സ്. അത് ഈ വർഷം തന്നെ എടുത്ത്, ഓണം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഓണത്തിന്റെ ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ടൊരു ഫോൺ എടുത്തത്. ഐഫോൺ എടുത്തു ഗയ്സ്. സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. EMI ആണെങ്കിൽ പോലും എന്റെ മനസ്സിൽ എനിക്ക് ആ മാസം അല്ല, സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ 2-3 മാസം കൊണ്ട് വേണമെങ്കിൽ ആ ഫോൺ റെഡി ക്യാഷിന് എടുക്കായിരുന്നു. പക്ഷെ EMI ആയിട്ട് അങ്ങനല്ല, റെഡി ക്യാഷ് നമ്മൾ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. ഈ കഴിഞ്ഞു പോയ, ഇനി ഉള്ളത് എനിക്ക് അറിയത്തില്ല, പക്ഷെ കഴിഞ്ഞു പോയിട്ടുള്ള മാസങ്ങളിൽ 2-3 മാസം നമുക്ക് റെഡി ക്യാഷ് കൊടുത്തിട്ട്, പക്ഷെ എന്നാൽ പോലും നമ്മളത് കുറച്ചുകൂടെ മാറ്റി വെക്കുന്നത് വേറെ പല കാര്യത്തിനും നമ്മൾ നല്ലതിന് ചീത്തയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ട് കുറെ ഇവള് പല ചീത്ത കാര്യത്തില്. അങ്ങനൊക്കെ പറയുമ്പോ ഞാനോടത്ത് സിഗരറ്റ് വലിക്കും. അതെ, അത് വലിയ കാര്യമാണ്. ഞാൻ കുറെ പേരെ സഹായിച്ചിട്ടുണ്ട്, കുറെ സ്കാമേഴ്സിനെ. അതായത് അവര് പറ്റിച്ച് ജീവിക്കുന്നവരെ ഞാൻ കുറച്ച് സഹായം നൽകി അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നല്ല പല കാര്യങ്ങൾ. അതുപോലെ ഞാൻ ഈ വർഷം കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താന്ന് ചോദിക്കുന്നത് ഞാൻ പറയൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഇങ്ങനെ റീലിനകത്ത് ഇങ്ങനെ അവരെ സഹായിക്കും, അവർക്ക് ഇത്രയും വലിയ അസുഖമൊക്കെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് ഞാൻ 2-3 തവണയായിട്ട് പൈസ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഇട്ട് കൊടുത്തു.
അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ, ഞാനതൊരു വലിയ പൊങ്ങച്ച രീതിയിലല്ല പറയുന്നത്, ഞാനത് ചെയ്തിട്ടുണ്ട്, അതെന്നെ കൊണ്ട് പറ്റി. അതൊരു വലിയ കാര്യമാണ്. അവര് ചിലപ്പോ എന്നെ പറ്റിക്കുവാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറ്റിക്കപ്പെടാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണോ ആർക്കറിയാം. അതുപോലെ എന്റെ എനിക്ക് കുറച്ചൊക്കെ കാര്യത്തില് അവരുടെ കുറച്ച് മന്തി മേടിച്ചു തരുമോ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളും അങ്ങനെ കുറെ. പിന്നെ നമ്മുടെ ഒരു വലിയ കാര്യം ഞാൻ വിട്ടുപോയി ഗൈസ്. എന്താ? ഞങ്ങൾ ഇൻസ്പയറിംഗ് കപ്പിളായിട്ട് ഞങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിയാ കേട്ടോ, മൈൽ സ്റ്റോൺ ഇൻസ്പയറിംഗ് ബെസ്റ്റ് ഇൻസ്പയറിംഗ് കപ്പിളായിട്ട് ഇൻസ്പയറിംഗ് കപ്പിൾസ് ആയിട്ട് ഒരു അവാർഡ് കിട്ടി. പക്ഷെ ഞാൻ ഇല്ലായിരുന്നു, ഇവളാ പോയി വാങ്ങിച്ചത്. നമ്മുടെ രണ്ടുപേരും കൂടെ ഉള്ള അവാർഡാണത്. അങ്ങനെ 2025 പിന്നെ സിൽവർ ബട്ടൺ കിട്ടി ഗൈസ് നമുക്ക്. സിൽവർ ബട്ടൺ കിട്ടി ഗൈസ്. അങ്ങനെ വേറെ എന്തു ഉള്ളത്? ഞാൻ പല്ലി കമ്പിട്ടു ഗൈസ്. ഞാൻ പല്ലി കമ്പിട്ട് ആരത്, ഞാൻ അറിയാൻ എനിക്കറിയത്തില്ല. അറിയത്തില്ല ഗൈസ്. പല്ലി കമ്പിട്ടു ഗൈസ്. പല്ലിക്കമ്പി ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യദുകൃഷ്ണക്ക് ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമുള്ള കുറെ പേർക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. പക്ഷെ ഞാൻ സ്വന്തമായി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്, അത് നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, കൊള്ളത്തില്ല, ഇപ്പൊ കൊള്ളത്തില്ല, ഭാവിയിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് എന്റെ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. അടുത്ത വർഷം എന്റെ മുടി ഇത്രയും വെട്ടണം എന്നുണ്ട്, അത് എന്റെ ബക്കറ്റ് ലിസ്റ്റുള്ള കാര്യമാണ്. അപ്പം മൂക്ക് കുത്തി എന്റെ അല്ല ഗൈസ്, യദുകൃഷ്ണന്റെ. എന്റെ കുത്തി ഞാൻ നേരത്തെ കുത്തിയിട്ടുള്ള ഡെയിലി പഴുക്കുക. എന്ത് കഷ്ടം. നിങ്ങൾ ഇങ്ങനെ പ്രാകുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതിനകത്തൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, പൗരുഷം അങ്ങ് പോയെന്ന്. അവന്റെ പൗരുഷം മൂക്കൂത്തിക്കകത്താന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ആണുങ്ങളാണെന്ന് തെളിയിക്കുന്നത് മൂക്കുത്തി ഇല്ലാതെയാണോ? അല്ല, എന്റെ ഒരു കൺസിഡറേഷനിലല്ല. എനിക്കിഷ്ടാ, അത് മാത്രല്ല എനിക്ക് അത്ര, അത് അവന്റെ ഇഷ്ടമല്ലേ, അത് അങ്ങനെ കണ്ടാ പോരെ. നമ്മളെ ഒരു ജീവിതമേ ഉള്ളൂ, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കണം, അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ. അഭിപ്രായം പറയുന്നത് കുഴപ്പമില്ല, അഭിപ്രായം പറയാം, ഇപ്പോഴും പറയാം. നിങ്ങൾക്ക് അവന്റെ മുഖം അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ ഈ ആണുങ്ങൾക്ക് ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ, ആണുങ്ങൾ ഒരു മൂക്കൂത്തിന്നും പറഞ്ഞോണ്ട് ആണൊന്നും ആകാതിരിക്കത്തില്ല. നമ്മളെ ഇത് എന്റെ സ്റ്റാൻഡ് കോമഡിയിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു, ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളൊരു സംഭവം, അത് കോമഡി ആയിട്ട് പറയുന്നില്ല. ആൺകുട്ടിയാണെന്ന് കൺസിഡർ ചെയ്യുന്നത് മൂക്കൂത്തി നല്ലല്ലോ. ഒരു കൊച്ചിനെ എടുക്കുമ്പോ പെണ്ണാണോ ആണാണോ എന്ന് ഫസ്റ്റ് നോക്കുന്ന മൂക്കൂത്തി വെച്ചിട്ടാണോ? അല്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. കാണിക്കണോ ഗൈസ്? കാണിക്കണ്ട. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ വർഷം തീരാണ്. എന്തായാലും പറഞ്ഞ പോലൊക്കെ തന്നെ നല്ലൊരു ഇയർ ആയിരുന്നു, അതുപോലെ മോശം ഇയർ ആയിരുന്നു. എന്നാൽ പോലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ വർഷം, അതുപോലെ വിഷമിച്ചിട്ടുമുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വേറെന്താ? താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. കാര്യം നമ്മളെ ഇങ്ങനെ നമ്മുടെ ഓരോ വളർച്ചയുടെ പിന്നിലും, തളർച്ചയുടെ പിന്നിൽ നിങ്ങളുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, വളർച്ചയുടെ പിന്നിൽ നിങ്ങളുണ്ട്. ഓരോ നെഗറ്റീവ് കമന്റും പോസിറ്റീവ് കമന്റ്സും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ് ശരിക്കും. കൊറേ താങ്ക്സ്. കാര്യം അത് മാത്രല്ല, ഈ ഒരു നമ്മളിപ്പോ പോകുന്നെങ്കിൽ ഒരു 10 പേരെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിപ്പം നമ്മളെ വലിയ കാര്യമായിട്ടാണ് കരുതുന്നത്, നമ്മളെ സ്നേഹിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ചെറിയ ടൈം പീരീഡിൽ നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുക, സ്നേഹമൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. അപ്പം നിങ്ങളോട് ഭയങ്കര താങ്ക് യു സോ മച്ച്. കടപ്പാടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കുറച്ച് പിന്നെ അതാ കണ്ണൊക്കെ കണ്ടില്ലേ ഗൈസ്, ചുമന്ന് ബ്ലഷ് അടിച്ചിരിക്കുന്നത്. കണ്ണ് ബ്ലഷ് അടിച്ചിരിക്കുന്നത് മൊത്തത്തിൽ കരഞ്ഞു തൂങ്ങി. കുറച്ച് മുന്നേ അവിടുന്ന് കരഞ്ഞിട്ടൊക്കെ ഗൈസ് വന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ കുറേ ബാഡ് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഇതൊന്നും അല്ല നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ നല്ല കാര്യങ്ങളുണ്ട് നിങ്ങൾ കാണുന്നത് കൂടാതെ കുറേ നല്ല ജ്യോതികയുടെ 2026 ബക്കറ്റ് ലിസ്റ്റ് ആണ്. ബക്കറ്റ് ലിസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ? എനിക്ക് ഒരു ട്രിപ്പ്, നമ്മളെ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കപ്പിൾ ട്രിപ്പ് പോകണം. സോളോ ട്രിപ്പ് ഒറ്റയ്ക്ക് പോകണം എന്നല്ലേ. ആ സോളോ ട്രിപ്പ് ഉണ്ട് കുഞ്ഞാ,
അപ്പൊ അതിലൊരെണ്ണം പറ. അതായത് ഒരു ട്രിപ്പിൽ തന്നെ 3 കാര്യം പറഞ്ഞോട്ടെ. എനിക്കൊരു ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറെ നാളായി പ്ലാൻ ചെയ്യുന്നു. അത് നടക്കണം എന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അടുത്ത് ഇവിടെ വല്ലതും ആയിരിക്കും. പക്ഷെ എന്റെ കുഞ്ഞുമായിട്ട് എനിക്കൊരു തായ്ലാന്റിലോ മലേഷ്യയിലോ അങ്ങനെ എവിടെയെങ്കിലും പോകും. ഞങ്ങള് ഈ 2026 വർഷം ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ കയ്യിലായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാക്സിമം ശ്രമിക്കും. അപ്പം അതൊരു ബക്കറ്റ് ലിസ്റ്റ് ആണ്. രണ്ടാമത്തേത്, എനിക്ക് പുതുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. എനിക്കായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ബിസിനസ് അല്ല, ഞാൻ വിചാരിച്ചേക്കുന്നത് 3 ബിസിനസ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അതിനകത്ത് തുടക്കമായിട്ട് കഞ്ചാവ്, ഒന്ന് മറ്റേ MDMA, അങ്ങനെയല്ല ഗൈസ്, ഞാൻ നർക്കോട്ടിക്സിനെതിരെയാണ്. അപ്പം സംഭവം രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു, 3 ബിസിനസ് എനിക്ക് ഈ വർഷം തുടങ്ങണമെന്നുണ്ട്. ഇതിനകത്ത് ഒരെണ്ണമെങ്കിലും സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഉടമയാണ്, ഫൗണ്ടറാണ്, പൊട്ടുമായിരിക്കും, പക്ഷെ എന്നാ പോലും തുടങ്ങണമെന്നുണ്ട് ഗൈസ്, നമുക്ക് എല്ലാവർക്കും ശ്രമിക്കണമെന്നുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ ബക്കറ്റ് ലിസ്റ്റ്. പിന്നെ മൂന്നാമത്തെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് ഗൈസ്, കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ആ പ്രശ്നങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് എല്ലാം പെടും. ആ പ്രശ്നങ്ങളെല്ലാം മാറണം ഗൈസ് എനിക്ക് 2026. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട്, മെന്റലി ഞാൻ ഒട്ടും സ്ട്രോങ് വുമൺ അല്ല. ഞാനിപ്പോ കുറച്ചായിട്ടുണ്ട്, എന്നാലും അല്ല. അതുകൊണ്ട് ആ 3 കാര്യമുണ്ട് ബക്കറ്റ് ലിസ്റ്റില്. താങ്ക് യു ഗൈസ്. നിന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് 3 എന്റെ ഇതുപോലെ ട്രിപ്പ് പോകണമെന്നുണ്ട്. പിന്നെ നമ്മുടെ വ്ളോഗ് കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ, 2026 കുറച്ചുകൂടെ കിടിലമാക്കാൻ എനിക്കൊരു നല്ല ഡിവൈസ് എടുക്കണമെന്നുണ്ട്. അതൊരു എൻ്റെ ഒരു ആഗ്രഹമാണ്. ചൂടെടുക്കുന്നില്ല നിനക്ക്? ഇല്ല, ഉണ്ട് 2025. പിന്നെ വേറെ എന്താ നന്നായിട്ട് ജീവിച്ചൊക്കെ പോണം. ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നടത്താൻ പറ്റണം എന്നുള്ളൊരു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഞങ്ങളുടെ 2 പേരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ കല്യാണം ഇല്ല. ഞാൻ ഓർത്ത് അവനെങ്കിലും പറയുമായിരിക്കും. പക്ഷെ കല്യാണം കഴിക്കുമല്ലോ. കല്യാണം കഴിക്കും, പക്ഷെ ബക്കറ്റ് ലിസ്റ്റിൽ എന്താ അതില്ലാത്ത? ബക്കറ്റ് ലിസ്റ്റ് അതുള്ള കാര്യമല്ലേ. ഇതിനകത്തുനിന്ന് ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നിയിട്ടുള്ള ഷെയർ ചെയ്യുന്നൊരു കാര്യം പറയട്ടെ. നമ്മൾ സത്യം പറഞ്ഞ 2 പേരും ഭാര്യ ഭർത്താവിനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. അതാണ് നമ്മളെ ഫാമിലി അംഗീകരിച്ചിട്ടുള്ള ഒരു ലിവിങ് ടുഗദർ ആണ് ശരിക്കും. അതിൽ ഞാൻ ഹാപ്പിയാണ്, അവന് ഹാപ്പിയാണ്. അതിൽ നിങ്ങൾ ഹാപ്പി ആകണം കല്യാണം കഴിയുന്നിടം വരെ. ഓക്കെ ഗൈസ്, നമ്മളതിൽ ഹാപ്പിയാണ്, ഇനി ഹാപ്പിയാണ്, എപ്പോഴും ഹാപ്പിയാണ്. നമ്മളെ പോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ല, നമ്മൾ മാത്രമല്ല, എന്തോരം ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. നമ്മൾ ജീവിക്കുന്നതിനെക്കാട്ടും ഡിഫറെന്റ് ആയിട്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട്. നമ്മൾ കുറച്ചുകൂടെ തനിമയായിട്ടുള്ള ഒരു ലൈഫാണ്. അല്ല, ഇപ്പൊ എന്തോരം ആൾക്കാരുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇറങ്ങിയ, എനിക്ക് ആ പേരറിയത്തില്ല, പക്ഷെ അവരൊക്കെ പേരറിയത്തില്ല, അവരൊക്കെ അങ്ങനെ ജീവിക്കുന്ന. അപ്പൊ അതൊന്നും അല്ല വലിയ പ്രശ്നം. നമ്മള് ഹാപ്പിയാണ് ഗൈസ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഈ വർഷവും ഏത് വർഷവും നമ്മൾ ഒന്നാണ് ഗൈസ്. നമ്മൾ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത വർഷം നമ്മൾ പിരിയോ കുഞ്ഞ്? നമ്മൾ പിരിയത്തില്ല. ഇവിടെ ചത്തുപോയാലോ അല്ല ഞാൻ ചത്തുപോയാലേ ഉള്ളൂ. ഏതൊക്കെ ഞാനും ചാകും ഗൈസ്. ഓക്കെ എനിക്ക് എന്തിനാ ഏതൊക്കെ നീ കാര്യിപ്പിക്കുന്നത്? ചത്തു എന്ന് പറഞ്ഞ ഒരു കോമൺ തിങ്. അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, ടാറ്റാ.